+2 കോമേഴ്സ് ഫാമിലി പ്ലീസ് വെയിറ്റ്. ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. അപ്പം നവംബർ മിഡ് വീക്ക് ആയി അല്ലെ. അപ്പം ഡിസംബർ മിഡ് വീക്കോട് കൂടി നമ്മുടെ സെക്കൻഡ് ടേം എക്സാം സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ കഷ്ടിച്ച് ഒരു മാസം മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. ഈ ഒരു മാസം പ്രോപ്പർ ആയിട്ട് പ്ലാൻ ചെയ്തിട്ടില്ലെങ്കിൽ സെക്കൻഡ് ടേം എക്സാമിന് നന്നായിട്ട് എഴുതാൻ പറ്റില്ല. അപ്പൊ പലരുടെയും മറ്റൊരു ഡൗട്ടാണ്, സെക്കൻഡ് ടേം എക്സാമിന് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതുണ്ടോ? ഫൈനൽ എക്സാമിന് കൊടുത്താൽ പോരെ, ഫൈനൽ എക്സാമിന് പഠിച്ചാൽ പോരെ? അപ്പൊ നിങ്ങൾ എപ്പോഴും ഓർക്കേണ്ട കാര്യം, സെക്കൻഡ് ടേം വരെ നമുക്ക് ഒരുപാട് ചാപ്റ്റേഴ്സ് പഠിക്കാനുണ്ട്. ഈ ചാപ്റ്റേഴ്സ് ഒക്കെ കറക്റ്റ് ആയിട്ട് പ്രോപ്പർ ആയിട്ട് പഠിച്ച് എക്സാം എഴുതി കഴിഞ്ഞാൽ ഫൈനൽ എക്സാമിന് മുമ്പുള്ള ഒരു ഡെമോ എക്സാം ആയിരിക്കും ഈ ഒരു സെക്കൻഡ് ടേം എക്സാം എന്നുള്ളത്. എങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻ വരും അല്ലെ, പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻ, ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ എങ്ങനെയുള്ളതാണ് എന്നുള്ള കറക്റ്റ് ആയിട്ടുള്ള പ്രോപ്പർ ആയിട്ടുള്ള ഐഡിയ നിങ്ങൾക്ക് കിട്ടും. അതുകൊണ്ട് തന്നെ ഫൈനൽ എക്സാമിന് നിങ്ങൾക്ക് ഉണ്ടാകുന്ന ടെൻഷൻ, നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഹറിബറീസ്, നിങ്ങൾക്ക് ഉണ്ടാകുന്ന ആ ഒരു കോംപ്ലക്സിറ്റീസ് ഒക്കെ കുറയ്ക്കാനായിട്ട്, മാക്സിമം കുറയ്ക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഇപ്പൊ തന്നെ അടിപൊളിയായിട്ട് പഠിച്ചു തുടങ്ങാം. അപ്പം ഈ ഒരു വീഡിയോയിലൂടെ ബിസിനസ് സ്റ്റഡീസിനെ നിങ്ങൾ എങ്ങനെയാണ് ഈ ഒരു മാസം നന്നായിട്ട് പ്രോപ്പർ ആയിട്ട് പഠിക്കേണ്ടത് എന്നതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ ആദ്യം തന്നെ ഏതൊരു സബ്ജക്റ്റ് ആയിക്കോട്ടെ, ആദ്യം നിങ്ങൾ അറിയേണ്ടത് എത്രയൊക്കെ ചാപ്റ്റേഴ്സ് ഉണ്ട്, ചാപ്റ്റേഴ്സിന്റെ വെയിറ്റേജ് എങ്ങനെയൊക്കെ ഉള്ളതാണ് എന്നതാണ്. ഓക്കെ, അപ്പൊ നമുക്കറിയാം സെക്കൻഡ് ടേമിൽ വരെ നമുക്ക് 9 ചാപ്റ്റേഴ്സ് ആണ് പഠിക്കാനുള്ളത്. അപ്പൊ പലരുടെയും മറ്റൊരു സംശയമാണ്, സെക്കൻഡ് ടേമിന് പഠിച്ചിട്ടുള്ള ചാപ്റ്റേഴ്സ് നിന്ന് മാത്രമാണോ സെക്കൻഡ് ടേം എക്സാമിന് ക്വസ്റ്റ്യൻസ് വരുന്നത്? ഫസ്റ്റ് ടേമിൽ നമ്മൾ പഠിച്ചിട്ടുള്ള ചാപ്റ്റേഴ്സ് നിന്ന് ക്വസ്റ്റ്യൻസ് വരുമോ എന്നുള്ളതൊക്കെ അല്ലെ. അപ്പൊ സെക്കൻഡ് ടേം നമ്മൾ പഠിച്ചിട്ടുള്ള ചാപ്റ്റേഴ്സ് നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് വരിക, കൂടുതൽ ഇമ്പോർട്ടൻസ് ഈ സെക്കൻഡ് ടേമിൽ പഠിച്ചിട്ടുള്ളതാണ്. എന്നിരുന്നാലും ഫസ്റ്റ് ടേമിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് എക്സാമിന് വരും. ഓക്കെ, അപ്പൊ ആ കൺഫ്യൂഷൻ നിങ്ങൾക്ക് മാറിയിട്ടുണ്ടാവും. അപ്പൊ അതുപോലെ തന്നെ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കാം. അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യുന്ന മറ്റൊരു മിസ്റ്റേക്ക് ആണ്, ഫസ്റ്റ് ചാപ്റ്റേഴ്സ് ഒക്കെ പഠിക്കാൻ നിങ്ങൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. പിന്നീട് ചാപ്റ്റേഴ്സ് കഴിയുന്നതിനനുസരിച്ച് ആ ഒരു ഇൻട്രസ്റ്റ് അവിടെ കുറഞ്ഞു വരും. പക്ഷെ അത് ഏറ്റവും വലിയൊരു മിസ്റ്റേക്ക്, അത് നിങ്ങൾ ചെയ്യരുത്. ഓരോ ചാപ്റ്റേഴ്സിന്റെയും ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി വേണം നിങ്ങൾ പഠിക്കാനായിട്ട്. വെയിറ്റേജ് കൂടുതലുള്ള, ഇമ്പോർട്ടൻസ് കൂടുതലുള്ള ചാപ്റ്റേഴ്സിന് അത്ര തന്നെ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് നിങ്ങൾ പഠിക്കാം. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട ചാപ്റ്റർ ആണ് ചാപ്റ്റർ 6 സ്റ്റാഫിംഗ്, അതുപോലെ തന്നെ ചാപ്റ്റർ 7 ഡയറക്റ്റിംഗ്, ചാപ്റ്റർ 9 ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. ഈ ചാപ്റ്റേഴ്സിൽ നിന്നാണ് നിങ്ങൾക്ക് എസ്സേ ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉള്ളത്. ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉള്ളത്, ഏറ്റവും കൂടുതൽ മാർക്കിന് ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉള്ളതും ഈ 3 ചാപ്റ്റേഴ്സിൽ നിന്നാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഫസ്റ്റ് ടേമിൽ പഠിച്ചിട്ടുള്ള പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റിൽ നിന്നും എസ്സേ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇതാണ് ബിസിനസ് സ്റ്റഡീസിനെ സംബന്ധിച്ച ഓവറോൾ വ്യൂ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ചാപ്റ്റേഴ്സ് ആണ് ബിസിനസ് എൻവയൺമെന്റ്, പ്ലാനിംഗ് ആൻഡ് കൺട്രോളിംഗ്. ഈസി ആയിട്ട് നിങ്ങൾക്ക് വളരെ കുറഞ്ഞ എഫേർട്ടിൽ പഠിച്ചെടുക്കാൻ പറ്റുന്ന ചാപ്റ്റേഴ്സ് ആണ്. വളരെ കുഞ്ഞു കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്റേഴ്സിന് നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ചാപ്റ്റേഴ്സ് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതിരിക്കുക. എസ്സേ ക്വസ്റ്റ്യൻസ് ഒക്കെ മോസ്റ്റ് പ്രോബബ്ലി ഈ ചാപ്റ്റേഴ്സിൽ നിന്നാണ് വരുന്നത്. അപ്പൊ നമുക്കറിയാം 3 എസ്സേ ക്വസ്റ്റ്യൻ ചോദിക്കുക, അതിൽ 2 എണ്ണം എഴുതിയാൽ മതി, 1 ഓപ്ഷണൽ ആയിരിക്കും. അപ്പൊ ഈ 3 എസ്സേ ക്വസ്റ്റ്യനും ഒന്നുകിൽ ഈ 3 ചാപ്റ്റേഴ്സിൽ നിന്നോ അല്ലെങ്കിൽ ഫസ്റ്റ് ടേമിലുള്ള പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റിൽ നിന്നോ ആണ് ചോദിക്കാനുള്ള ചാൻസ് കൂടുതൽ. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് വേണം നിങ്ങൾ പഠിക്കാനായിട്ട്. അപ്പൊ നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടാവും, എങ്ങനെയാണ് ക്വസ്റ്റ്യൻ പാറ്റേൺ വരുന്നത്, ഏതൊക്കെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് എന്നുള്ള ഡൗട്ട്സും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടാവും അല്ലെ. അത് സോൾവ് ചെയ്യാനുള്ള ഏറ്റവും വലിയൊരു മാർഗം എന്ന് പറയുന്നത്, ഓരോ കോൺസെപ്റ്റ് നമ്മൾ ലേൺ ചെയ്യുമ്പോഴും ആ ഒരു കോൺസെപ്റ്റിൽ നിന്ന് എത്ര മാർക്ക് മുതൽ എത്ര മാർക്ക് വരെയുള്ള ക്വസ്റ്റ്യൻസ് വരും എന്നുള്ളത് നോക്കിയിട്ട് വേണം നിങ്ങൾ പഠിക്കാനായിട്ട്. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പ്ലാനിങ്ങിന്റെ ലിമിറ്റേഷൻസ് ഓഫ് പ്ലാനിങ് പഠിക്കുകയാണെങ്കിൽ, ഇപ്പോൾ ലിമിറ്റേഷൻസ് ഓഫ് പ്ലാനിങ് 2 മാർക്ക് മുതൽ 5 മാർക്ക് വരെയാണ് ചോദിക്കാൻ ചാൻസ് ഉള്ളത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, 5 പോയിന്റ്സ് പഠിച്ചു വെക്കുക. 2 മാർക്കിനാണ് ചോദിക്കുന്നതെങ്കിൽ 2 പോയിന്റ്സ് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. 5 മാർക്കിനാണ് ചോദിക്കുന്നതെങ്കിലോ 5 പോയിന്റ്സ് വേണം എഴുതാനായിട്ട്. അതുപോലെ തന്നെ നിങ്ങൾ വരുത്തുന്ന മറ്റൊരു മിസ്റ്റേക്ക് ആണ്, 2 മാർക്കിന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പഠിച്ചിട്ട് എല്ലാ കാര്യങ്ങളും എഴുതി വെക്കും അല്ലെ. 5 മാർക്കിന് നിങ്ങൾ എഴുതി വെക്കും, പക്ഷെ അതുകൊണ്ട് കാര്യമുണ്ടോ? ഇല്ല. മാക്സിമം നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന മാർക്ക് 2 ആണ്. അപ്പൊ 5 മാർക്കിന് എഴുതിയിട്ട് കാര്യമൊന്നുമില്ല. നിങ്ങളുടെ എഫേർട്ട് നഷ്ടമാവും, നിങ്ങളുടെ ടൈം നഷ്ടമാവും, എല്ലാം നഷ്ടമാവും, മാർക്ക് കിട്ടുമോ ഇല്ല. അപ്പൊ അതിനനുസരിച്ച് വേണം നിങ്ങൾ പഠിക്കാനായിട്ട്, അതിനനുസരിച്ച് വേണം നിങ്ങൾ എക്സാം എഴുതാനായിട്ട്. അപ്പൊ നമ്മൾ ഓരോ ടോപ്പിക് ഇവിടെ എടുക്കുന്ന സമയത്ത് ഈ ഓരോ ചാപ്റ്റേഴ്സിൽ നിന്നും അല്ലെങ്കിൽ ഓരോ ടോപ്പിക്കിൽ നിന്നും എത്ര മാർക്കിനാണ് ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉള്ളത് എന്നൊക്കെ പറഞ്ഞു തരാറുണ്ട്. അപ്പൊ മാക്സിമം നിങ്ങൾ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാം.
ഓക്കെ. അപ്പൊ ഇങ്ങനെ നിങ്ങൾക്ക് കൺഫ്യൂഷൻസ് ഉണ്ടാവും. ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് എത്ര മാർക്കിന് വരെ ചോദിക്കാം, അല്ലെ? ഈ ഒരു കോൺസെപ്റ്റിൽ നിന്ന് എങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാം. അപ്പൊ അത് നമ്മൾ എങ്ങനെ സോൾവ് ചെയ്യും? എത്ര മാർക്കിന് വരെ ചോദ്യങ്ങൾ ചോദിക്കാം എന്നുള്ള ഐഡിയ നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടും? അതിന് ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുന്നത് പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പർ റെഫർ ചെയ്യുമ്പോഴാണ്. ഓക്കെ. അപ്പോൾ ഓരോ ചാപ്റ്റേഴ്സിൽ നിന്നും ഓരോ കോൺസെപ്റ്റിൽ നിന്നും എത്ര മാർക്ക് മുതൽ എത്ര മാർക്ക് വരെ ക്വസ്റ്റ്യൻസ് വരാം എന്നുള്ള ഏറ്റവും ഐഡിയ കിട്ടുന്നത് പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പർ റെഫർ ചെയ്യുമ്പോഴാണ്. അപ്പോൾ HSS ലൈവ് എന്ന് പറയുന്ന സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടും. അപ്പോൾ ഒരു കോൺസെപ്റ്റ് നമ്മൾ ലേൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ കോൺസെപ്റ്റിനെ പറ്റിയിട്ടുള്ള എല്ലാ ഐഡിയാസും സെറ്റാക്കി എക്സാമിന് നമ്മൾ പോകുന്നതിന് മുന്നേ ക്വസ്റ്റ്യൻ പേപ്പർ റെഫർ ചെയ്താൽ വളരെ ഉപകാരമായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻ പാറ്റേണാണ് എങ്ങനെയൊക്കെ ഒരു ക്വസ്റ്റ്യൻസ് വരാം, എങ്ങനെയൊക്കെയുള്ള പാറ്റേണിലാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് ഉള്ളത് എന്നുള്ള ഐഡിയാസ് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾ ഇനി എഴുതാൻ പോകുന്ന സെക്കൻഡ് ടേം എക്സാം ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സെക്കൻഡ് ടേം എക്സാമിനുള്ള ക്വസ്റ്റ്യനും ആൻസേഴ്സും ഒക്കെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ IIIൽ നമ്മൾ എക്സാം ടൈം ആവുന്ന സമയത്ത് പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ റെഫർ ചെയ്തുകൊണ്ടുള്ള വീഡിയോസ് ആയിട്ടും ലൈവ് കണ്ടക്ട് ചെയ്യാറുണ്ട്. അതൊക്കെ നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾ എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യേണ്ടത്. ബാക്കി എല്ലാ സപ്പോർട്ടും നമ്മൾ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ അടിപൊളിയായിട്ട് പഠിക്കുക, എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ്.